ഇവിടെയൊക്കെ നമ്മൾ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു തലമുണ്ട്. ദ മിനിസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ ശുശ്രൂഷ. ആത്മാവിന്റെ ശുശ്രൂഷ നാം അറിയുകയും അതിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് പരിഹാരം നൽകുവാനായിട്ട് ഇടയാകും. അല്ലായെങ്കിൽ നമ്മൾ ലോകത്തിന്റെ സൂത്രങ്ങൾ കാണിച്ച് പരിഹാരം പ്രാപിപ്പാൻ നമ്മൾ ശ്രമിക്കും. പലയിടത്തും പാപത്തിൽ നാം വീഴുകയും പല രീതിയിലും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ശരീരവും രോഗത്തിലാകുകയും ചെയ്യും. Now, to confront all these crises, God has prepared us in a realm, and that is called the ministration of the Spirit. If you realize the ministration of the Spirit, you will try to take help of the ministration and earn victory in the crisis that you are going through. Else, you will turn to all the different ways, and it will lead to different issues, more issues, be it in health, be it in mind and whatnot. ये सारी तंगी मुसीबतों से हमें पार लाने के लिए परमेश्वर ने हमारे लिए तैयार किया है आत्मा की सेवकाई. इस आत्मा की सेवकाई के द्वारा हम संसार के सभी क्लेशों के ऊपर हम जय प्राप्त करेंगे. यदि हम ऐसे नहीं करते हैं, हम संसार की युक्तियों का इस्तेमाल करते हैं, तो हमें थोड़ा बहुत हम शायद कुछ ना कुछ कर पाएंगे, लेकिन साथ ही साथ हम शरीर में, मन में हम तंगी हो जाएंगे. ആത്മാവിന്റെ ശുശ്രൂഷയിൽ എന്താ നടക്കണേന്ന് പറഞ്ഞാൽ, ആത്മാവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്കല്ല. ആത്മാവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്. ഈ ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിൽ കണക്ട് ചെയ്തിട്ട് നാം ഈ ഭൂമിയിലേക്ക് ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു ജീവിതമാണ് ആത്മാവിലുള്ള ജീവിതം. എന്നാൽ അക്ഷരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു തലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ അക്ഷരം ബൈബിളിൽ നല്ലവരുടെ കാര്യമേ പറഞ്ഞേട്ടോ, ബൈബിളിലെ അക്ഷരം വായിച്ചിട്ട് അത് പ്രകാരം ദൈവത്തിന്റെ ചിന്തകൾ മനസ്സിലാക്കി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ദൈവത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ അങ്ങനെയല്ല. ദൈവം നമ്മളിലൂടെ ഭൂമിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. So, dear brothers, let me explain what the ministry of the Spirit is. In the ministry of the Spirit, you are in the spiritual realm and you are connected to God the Father through Jesus Christ. And through Jesus Christ, you are receiving word from God the Father and you are revealing God into this world. This is the ministry of the Spirit. On the other hand, the ministry of the letters, and I'm speaking about good people, it's a ministry that reads from the letter of the Bible, which is revealed by God. And through that letters of the Bible, you are trying to decipher God's messages and live by it. तो आत्मा के अनुसार जीना वो अक्षर के अनुसार जीने से कुछ अलग है. अक्षर के अनुसार जो जीते हैं, यानी कि जो भले लोग हैं, वे परमेश्वर को वचन को पढ़ते हैं और समझने की कोशिश करते हैं, और फिर वे परमेश्वर को उस तरह से उस हिसाब से वे जीते हैं परमेश्वर के साथ में. लेकिन आत्मा के अनुसार चलने वाले, परमेश्वर उनके द्वारा ये संसार में काम करेगा. ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 1:23 പറയുന്നു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ നിറയ്ക്കുന്ന വ്യക്തിത്വമാണ് ദൈവം. ആ ദൈവം നിറച്ചിരിക്കുന്ന തൻ്റെ ശരീരമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൽ നിന്ന് നിറയപ്പെടേണ്ടവരാണ് നമ്മൾ. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ബോട്ടിൽ ഒതുങ്ങുന്ന വ്യക്തിത്വം അല്ല ദൈവം. ഇതിന്റെ അടിയിൽ ഒരു ഓഷനാണ്. ആ ദൈവത്തിനാണ് സകലതും ആരംഭിക്കുന്നത്. എല്ലാം നിറയ്ക്കുന്നവനായ ദൈവം, ദൈവത്തിന്റെ നിറവാണ് ക്രിസ്തു. ക്രിസ്തുവിനാൽ നിറയപ്പെടുന്നവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷയിലാണ്. നമ്മളാണ് തുടർന്ന് ഇവിടെ ഭൂമി സങ്കല്പിക്കുക. ഈ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ നിറവിൽ നിന്ന് ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് വരുന്ന ആ ജീവജല നദി, ദൈവത്തിന്റെ ചിന്തകൾ നമ്മളാണ് ഭൂമിയിലേക്ക് വെളിപ്പെടുത്തേണ്ടത്. ഇങ്ങനെയുള്ള ശുശ്രൂഷയാണ് ആത്മാവിന്റെ ശുശ്രൂഷ. ഇതാണ് ദൈവരാജ്യം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ബൈബിളിലെ 4ാം ലെവൽ ലെറ്റേഴ്സ്. So, if you read the book of Ephesians, chapter 1, verse 23, it says, which is his body, the fullness of him that filleth all in all. So, the one that filleth all in all is God the Father. And here although we represent God by a bottle, actually God is an ocean. It's a huge ocean. So, and from that God the Father, he filleth Lord Jesus Christ. And the body that is filled by him that filleth all is Jesus Christ. And from Jesus Christ, we need to draw the living water and fill our own selves. So, if the river of living water flows from God the Father through Jesus Christ and to us, we are in a ministry of spirit. And someone who is in such a ministry of spirit cannot be defeated. यहाँ पर जो मानिए सबसे जो बड़ा बॉटल
बॉटल है वो पिता परमेश्वर मानिए, लेकिन पिता परमेश्वर सीमित नहीं है, मानिए कि उसके नीचे एक बड़ा समुंदर है और उसमें से जो दूसरा आगे जो सामने जो बॉटल है वो भरा जाता है, वो प्रभु यीशु मसीह है। पिता परमेश्वर, जैसे हम इफिसियों 1:23 में पढ़ते हैं, उसकी परिपूर्णता है जो सब में सब कुछ पूर्ण करता है। और यीशु मसीह से हमको प्राप्त करना है। अगर हम यीशु मसीह से प्राप्त करेंगे, जिसने पिता परमेश्वर से प्राप्त किया है, तो हम जाकर आत्मा की तल में जी रहे हैं। ഇതാണ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്ന് പറഞ്ഞ ഉപമയിലൂടെ കർത്താവ് ഇതേ സംഭവമാണ് കാണിച്ചു തരുന്നത്. എൻ്റെ പിതാവാണ് വെള്ളം ഒഴിച്ചു തരുന്നത്. ഞാനാവുന്ന മുന്തിരിവള്ളിയിലേക്ക് ആ വെള്ളം കയറുന്നു, തുടർന്ന് ശാഖകളായ നിങ്ങളിലേക്ക് അതെത്തുന്നു. നിങ്ങൾ ഫലം കായ്ച്ച് ഭൂമിയിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് ആത്മാവിന്റെ ശുശ്രൂഷ. പക്ഷെ നമ്മൾ ആരെങ്കിലും ഈ ശുശ്രൂഷയിലാണോ? ആണെങ്കിൽ സ്തോത്രം. പക്ഷെ നമ്മളൊക്കെ ഈ ശുശ്രൂഷയിലാണ്, അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരം വായിക്കുന്നു, അക്ഷരം പഠിക്കുന്നു, അക്ഷരം പഠിച്ചതനുസരിച്ച് ദൈവത്തെ കാണുന്നു, നല്ല കാര്യം. ദാറ്റ് ഈസ് എ സെക്കൻഡ് ബെസ്റ്റ്. പക്ഷേ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇതാ അക്ഷരം നമുക്ക് തന്നത് ദൈവത്തിന്റെ ചിന്തകൾ അറിയാനാ. അക്ഷരം നമ്മളെ സൂക്ഷിക്കും. പക്ഷെ അക്ഷരം, ബൈബിളിൽ എല്ലാ അക്ഷരങ്ങളും അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മൾ ആത്മാവിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. 4ാം ലെവലിലേക്ക് നാം കടന്നു വരണം. തുടർന്ന് ഈ അക്ഷരം നമ്മളെ അവിടെ എത്തിച്ചെങ്കിൽ ആത്മാവിന്റെ ലെവലിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് പ്രവർത്തിക്കേണ്ടവരാണ്. So this is again illustrated when Jesus Christ said, I am the vine and you are the branches. So Jesus Christ described himself as the vine, and God the Father as the gardener who pour water into the vine. And Jesus Christ takes that water and moves it to the branches, which is us. And it is the branches that bear fruit on this world. And thus God the Father is glorified when these branches bear fruit. So this is how someone who is in the ministry of the Spirit is. Now, are you in the ministry of the Spirit? Because this is how it will be. The ministry of the letters, on the other hand, have the written thoughts of God, and all these the ministry of the letter is not bad, but all these ministry of the letters actually point towards helping us attain the ministry of the Spirit. ये सच्चाई को बताने वाले एक दूसरी दृष्टांत है जो प्रभु यीशु मसीह ने कहा, तुलना करते हुए कि मैं दाखलता हूँ, तुम डालियाँ है, और माली जो है वो पिता परमेश्वर है। पिता परमेश्वर पानी देता है जिससे दाखलता और उसमें लगी हुई डालियाँ हम फल लाएंगे, तब पिता परमेश्वर की महिमा होगी। तो हमें इसीलिए ही अक्षर के अनुसार नहीं बल्कि आत्मा के अनुसार जीना है। यदि हम अक्षर के अनुसार जीने वाले हैं तो मानो हम बाइबल को पढ़ेंगे, और ये जो अच्छी बात है ज़रूर, लेकिन बाइबल को पढ़कर उसी तरह से, उसी रीति से परमेश्वर को जानने की या समझने की कोशिश करेंगे। परमेश्वर हमसे ये चाहता है, अक्षर दिया गया है हमें आत्मा के तल में अंत में ले जाने के लिए, क्योंकि अक्षर से मौत आती है लेकिन आत्मा से जीवन आता है। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചവെറുതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കോഴ്സിലാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone who is listening to this message, everyone who is in this hall and who is listening through other mediums. May God be with you and help you, and please do not forget that we are in this course to reach heaven. परमेश्वर की स्तुति हो, पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभियों को हमारा प्यारा नमस्कार, जो इस हॉल में उपस्थित है और जो हमें अन्य माध्यमों से सुन रहे हैं। परमेश्वर आपकी मदद करे और आपके साथ दे, और हमें नहीं भूलना चाहिए कि हम परमेश्वर के साथ एक चाल में हैं। ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് രാജേഷ് ഭവൻ്റെ കുടുംബത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് വേറെ എവിടെയുമല്ല, നിങ്ങളെ സൃഷ്ടിച്ചാക്കിയ നിങ്ങളുടെ സ്വകീയ പിതാവിൻ്റെ പാദപീഠങ്ങളിൽ ക്രിസ്തുവിൽ ആ സ്വകീയ പിതാവെങ്കിൽ എത്തിച്ചേരുവാനാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ സകല വിഷയങ്ങളുടെ മേലും ആ ദൈവം പരിഹാരമാണ്, ആശ്വസിപ്പിക്കപ്പെടുക. At the same time, I would like to welcome everybody who has come here, especially to Rajesh brother. You have come to the presence of your Father who created you. You have come to his footstool in the name of
name of his son Jesus Christ, and he will take care of all your needs. और राजेश ब्रदर के परिवार जो हमारे साथ में उपस्थित है, आपसे हम कहना चाहते हैं कि आप कहीं और नहीं आए, लेकिन परमेश्वर प्रभु के उपस्थिति में आए हैं, जो आपको और प्रभु यीशु मसीह के द्वारा वो उसके साथ आपको मिला दे और आपकी सारी ज़रूरतों को पूरी करने के लिए वो काबिल है. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ അപ്പനും അമ്മയുമായ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ അപ്പനും അമ്മയൊക്കെ താൽക്കാലികമാണ്, പക്ഷേ സ്വർഗത്തിലെ നമ്മുടെ അപ്പനും അമ്മയുമായ നമ്മുടെ ദൈവം, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ദൈവം നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത്: ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. In the word of God, our father and God the Father, who is our father and mother, and remember that our father and mother on this earth are temporary, but God, who is our true father and mother, is forever, and he's our father without any religion, without any sect, outside any sect, religion, and any such divisions. And he is telling you in the word of God that I will comfort you like a mother comforts you. और ये संसार के हमारे माता पिता जो है वो हमारे साथ थोड़े समय के लिए रहेंगे, लेकिन हमारा जो स्वर्ग का पिता है, जो हमारे लिए माता और पिता के तुल्य है, वो सनातन का है. और वो कहता है कि जैसे माँ तुझे संभालती है वैसे मैं तुझे संभालूंगा. പ്രിയ സഹോദരങ്ങളെ, ആശ്രയം നമുക്കുണ്ടെങ്കിൽ, ആ ദൈവത്തിലുള്ള ആശ്രയം, ആ തിരിച്ചറിവ്, ആശ്രയം നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാ വിധത്തിലും ആശ്വസിപ്പിക്കപ്പെടും. ഈ ലോകം പല വിധത്തിലും പല ദുഃഖങ്ങളും നിറഞ്ഞതാണ്, പല രീതിയിലും നമ്മളെ ഞെരുക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആ ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ ആ ദൈവം നിന്നെ തൻ്റെ മാറോടണച്ച് തൻ്റെ ആശ്വാസം നമുക്ക് നൽകി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ ജയിക്കുകയല്ല, നമ്മളെ ജയിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്ന് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. Dear brothers, this world may try to crush us and defeat us in many ways, but if you have refuge, if you have comfort in the Father that we talked about, and if you find refuge and comfort in him, he will lead you to victory in all these crises. And I'm telling you this out of my own life. यदि हम यहोवा परमेश्वर में शरण लेते हैं तो हमारी ज़िंदगी में, ये संसारिक ज़िंदगी में हमें अनेक तरीक़ों की दुख और तंगी मुसीबतों का सामना करना पड़ेगा, लेकिन यदि हम परमेश्वर में भरोसा रखे हैं तो वह हमेशा हमें जय प्राप्त कराएगा, जय दिलाएगा और हमें सांत्वना से भरेगा. अपने सीने से लगाते हुए वो हमें सांत्वना देकर ले चलेगा. ये बात मैं अपनी ज़िंदगी के अनुभव से कह सकता हूँ. പലരും പറയുന്നത് എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, ബ്രദറെ എനിക്ക് സങ്കടമുണ്ട്, പാസ്റ്റർ എനിക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. എൻ്റെ മോനെ മോളെ, ഈ ലോകത്തിൽ സങ്കടം ഉണ്ടാകണം, ദുഃഖം ഉണ്ടാകണം, വിഷമം ഉണ്ടാകണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ സകല ഇരുട്ടിൽ നിന്നും, ആ സകല വിഷമത്തിൽ നിന്നും നിന്നെ ഒരു പ്രകാശമായ അതിൻ്റെ നടുവെ ഉയർത്തിക്കൊണ്ടുവരും. ഇത് തിരിച്ചറിയ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ദൈവം നിയമിച്ചിരിക്കുന്നു. Dear brothers, many say to me, I have grief, I have sadness, and all these troubles in this world. And I tell you that is true, that you have all this grief and sadness, but God your Father, just like light flows out of darkness, God your Father will cause you to become a light that crushes the darkness and flows out of it. मुझसे कई लोग कहते हैं कि मुझे मेरे जीवन में बहुत दुख है, बहुत जो है तंगी है, कष्ट है. मैं कहना चाहता हूँ कि ये सांसारिक ज़िंदगी में दुखों से भरा हुआ है और वो क्लेशों से भरा हुआ है, संकटों से भरा हुआ है, लेकिन पिता परमेश्वर यदि वो हम उसके साथ रहेंगे तो ये सब के पार आने वो हमें मदद करेगा. ये सब के बीच में हमें वो प्रकाश बनाएगा, जिस प्रकार से अंधियारा में उजियाला चमका. ഇവിടെയൊക്കെ നമ്മൾ ജയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു തലമുണ്ട്. ദ മിനിസ്ട്രേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശുശ്രൂഷ. ആത്മാവിൻ്റെ ശുശ്രൂഷ
നാം അറിയുകയും അതിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് പരിഹാരം നൽകുവാനായിട്ട് ഇടയാകും. അല്ല എങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ സൂത്രങ്ങൾ കാണിച്ച് പരിഹാരം പ്രാപിപ്പാൻ നമ്മൾ ശ്രമിക്കും. പലയിടത്തും പാപത്തിൽ നാം വീഴുകയും പല രീതിയിലും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ശരീരവും രോഗത്തിലാകുകയും ചെയ്യും. Now, to confront all these crises, God has prepared us in a realm, and that is called the ministration of the Spirit. If you realize the ministration of the Spirit, you will try to take help of the ministration and earn victory in the crisis that you are going through. Else, you will turn to all the different ways, and it will lead to different issues, more issues, be it in health, be it in mind, and whatnot. ये सारी तंगी मुसीबतों से हमें पार लाने के लिए परमेश्वर ने हमारे लिए तैयार किया है आत्मा की सेवकाई. इस आत्मा की सेवकाई के द्वारा हम संसार के सभी क्लेशों के ऊपर हम जय प्राप्त करेंगे. यदि हम ऐसे नहीं करते हैं, हम संसार की युक्तियों का इस्तेमाल करते हैं, तो हमें थोड़ा बहुत हम शायद कुछ ना कुछ कर पाएंगे, लेकिन साथ ही साथ हम शरीर में, मन में हम तंगी हो जाएंगे. 2 Corinthians 3:8 ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ. So let's start by reading from the book of 2 Corinthians chapter 3 verse 8, and it's written there, will not the ministry of the Spirit be even more glorious? 2 कोरिन्थी 3:8 में इस तरह लिखा है, तो आत्मा की वाचा और भी तेजोमय क्यों न होगी. ഹല്ലേലൂയ. വല്ല ശ്രദ്ധിച്ചോ? ആത്മാവിന്റെ ശുശ്രൂഷ. അതിന്റെ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നു വേറെ ശുശ്രൂഷയുണ്ട്, അക്ഷരത്തിന്റെ ശുശ്രൂഷ. അക്ഷരത്തിന്റെ ശുശ്രൂഷയുണ്ട്, ആത്മാവിന്റെ ശുശ്രൂഷയുണ്ട്. അക്ഷര ലെവലിൽ ഇപ്പോൾ ഏറ്റവും കയറിക്കിടക്കുന്നത്, പല അക്ഷരങ്ങളെ നമുക്കറിയാം, ഏറ്റവും കയറിക്കിടക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. IT മേഖല വർക്ക് ചെയ്യുന്ന ആസ്കി കോഡുകളെല്ലാം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അക്ഷരത്തിൻ്റെ മനുഷ്യ മനസ്സിന് പോലും പിടിച്ചാൽ കിട്ടാത്ത തലത്തിലേക്ക് അത് മാറിക്കിടക്കുകയാണ്. എന്നാൽ അതിൻ്റെ എല്ലാം അപ്പുറം ആത്മാവിൻ്റെ ശുശ്രൂഷ ദൈവവചനം പറയുന്നു, അധികം ശ്രേഷ്ഠമല്ലയോ. നമ്മളെ അതിനു വേണ്ടിയാണ് വിളിച്ചേ, പക്ഷെ നമ്മളിൽ നല്ലൊരു പങ്കും അതിൻ്റെ ഈ പോലും അറിഞ്ഞുകൂടാ. Now, if you read before these verses, you will see that it also mentions about a ministry of the letter, and it's comparing the ministry of the Spirit to that ministry of the letter. Now, in this world right now, if you look at the ministry of the letter, there are different fields that are excelling, and one of the field is that of digital electronics, where ASCII codes and binary codes are quite advanced. But here it's saying that the ministry of the Spirit will be even more glorious. और यहाँ पर आत्मा की वाचा या आत्मा की सेवकाई के विषय में जब हम कहते हैं, तो उसका तुलना किया गया ऊपर के आयतों में अक्षर की सेवकाई या अक्षर की वाचा. अक्षर के बारे में कहा जाए तो यह हमारे आज के आधुनिक संसार में अक्षर की बातों बहुत ज़्यादा विकसित हुए हैं, जैसे कि IT और डिजिटल जो है उस लेवल में बहुत ज़्यादा आगे बढ़ चुके हैं. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ ധാരാളം വിഷയങ്ങളുണ്ട്. ഇതാണ് യേശു കർത്താവ് മത്തായി 6:34 ഇങ്ങനെ പറഞ്ഞത്, ഓരോ ദിവസവും അന്നന്നത്തെ പ്രശ്നങ്ങൾ മതി. അപ്പോൾ ഓരോ ദിവസം എന്നാ ഉണ്ട്? അന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം നമ്മൾ അതില്ല എന്ന് വിചാരിച്ച് ജീവിതം നയിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് ക്രൈസിസ് ആയി. പക്ഷേ ഓരോ ദിവസവും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നേരിടാൻ ഇതാ ഞാൻ അക്ഷരം കൊണ്ടല്ല നിൽക്കുന്നത്, ഞാൻ ആത്മാവ് കൊണ്ട് നിൽക്കുകയാണ് എന്ന് ഹൃദയത്തിൽ ഒരുമ്പിട്ടുകൊണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ അതിനെ ജയം പ്രാപിക്കുകയും ചെയ്യണം. So the reason I am saying this is that we have troubles in this world. In fact, in the book of Matthew chapter 6 verse 34, our Lord Jesus Christ says,
Therefore, do not worry about tomorrow, for tomorrow will worry about itself. Each day has enough trouble of its own. So, Jesus Christ himself says that each day will have enough trouble of its own. But that if you feel that there will not be trouble and you are suddenly confronted with trouble, that will cause that will be bad for you. But you should realize that there is trouble, but then we should confront that trouble through the ministry of the Spirit and not through letter. हम ये बातें इसलिए कह रहे हैं क्योंकि ये संसार में तो हमें दुख और मुसीबत होंगी ही। मत्ती 6 उसके 34 में प्रभु यीशु मसीह ने कहा है कि प्रतिदिन के दुख होते हैं, चिंता होती है, इसलिए तुम अगले दिन का भी चिंता मत लो। तो इसके लिए ही अगर हम सोचते हैं कि हमें दुख नहीं होगा और जब दुख आता है तो इसलिए हम ज़्यादा व्याकुल होते हैं, तो ये समझते चलना है कि दुख तो होगा ही हमारी ज़िंदगी में। ഹല്ലേലൂയ. 34 ഇതാ യേശുക്രിസ്തു പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ദുഃഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. യേശു പറയും ദുഃഖമുണ്ട്. ഹല്ലേലൂയ. ദുഃഖമുണ്ട്. മറ്റൊരു ഭാഗത്ത് യേശു പറയാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്, ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്, പക്ഷേ ഞാൻ അവയൊക്കെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ദുഃഖങ്ങളെ എന്ത് ചെയ്യാനുള്ളതാ? ജയിക്കാനുള്ളതാ. കഷ്ടതകളെ ജയിക്കാനുള്ളതാ ഇവിടെ പറയുന്നു. അതുകൊണ്ടായി നാളേക്കായി വിചാരപ്പെട്ടത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം ഉണ്ട്. പക്ഷെ നാം തോക്കാനല്ലാതെ നാം അതിനെ ജയിക്കാനാണ്. So if we read the book of Matthew 6:34, it says, "Be not therefore anxious for the morrow, for tomorrow will be anxious for itself. Sufficient unto the day is the evil thereof." So Jesus Christ himself says that there is trouble each day, but these trouble are there for you to win over that trouble. As Jesus Christ says that in this world you have troubles, but I have won those troubles. मत्ती 6 उसका 34 हम एक बार पढ़ेंगे। अतः कल की चिंता न करो, क्योंकि कल का दिन अपनी चिंता आप कर लेगा। आज के लिए आज ही का दुख बहुत है। तो हमें दुख इसलिए नहीं होगा ताकि हमें दबा डाले, बल्कि इसलिए कि हम विजय प्राप्त करें। ഇവിടെ എങ്ങനെയാണ് ജയിക്കുക? ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിന്റെ ജീവിതം ശ്രദ്ധിച്ചേ. തനിക്ക് എന്തൊക്കെ വിഷയങ്ങളായിരുന്നു. താൻ സ്വന്തമായതിലേക്ക് വന്നു. ആദ്യം വേറെ പ്രശ്നമൊന്നുമില്ല, ചുമ്മാ ഒരു പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന ഒരു ആളായപ്പോൾ പ്രശ്നമൊന്നുമില്ല, അല്ലേ? യഹൂദന്മാരുടെ പള്ളിയിൽ പോയി ആരാധനയും പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം ശുശ്രൂഷയിലേക്ക് കയറിയപ്പോൾ പ്രശ്നം തുടങ്ങി. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കോളറിനെ പിടിച്ച് പുറത്തിറക്കി. വേണ്ട, മലയുടെ മുകളിൽ നിന്ന് ഉന്തി തള്ളി താഴെ ഇടാൻ നോക്കി. ദൈവത്തിന് വചനം പറയുന്നു, അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല. കള്ളക്കേസിൽ കുടുക്കി ഗവൺമെൻറ് ഏൽപ്പിച്ചു, കൊന്നുകളഞ്ഞു. ഗവൺമെൻറ് പറഞ്ഞു ഒരു കുറ്റമില്ല, പക്ഷേ കൊന്നുകളഞ്ഞു. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? ചെറുപ്പക്കാരനായ ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ ആ പ്രശ്നങ്ങളെ മുഴുവൻ യേശുക്രിസ്തു ആത്മാവാ ജയിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മരണം. ആ മരണത്തെയും ജയിച്ചു. ഇന്ന് താൻ എന്നേക്കും ജീവിക്കുന്നു. എങ്ങനെ? ഈ ആത്മാവിന്റെ ശുശ്രൂഷയിലൂടെ. So let's look at the life of Jesus Christ. Jesus Christ came to his own, but his own did not accept him. Initially, he was a regular member who was going to the synagogues, and there was no trouble. But then once he came into the ministry, the trouble started. First, they removed him from the synagogue through the collar. They tried to push him through a cliff and kill him. And finally, they arrested him on false charges and even crucified him to death. But even so, Jesus, relying on his ministry of the Spirit, because the greatest trouble he faced was death, but due to the ministry of the Spirit, he even defeated that and rose from the dead and now lives forever. हम यीशु मसीह की ज़िंदगी की ओर देख सकते हैं। यीशु मसीह ने अपनी ज़िंदगी भर में अनेक प्रकार के कष्ट और मुसीबत सही है। जब तक यीशु मसीह एक जो साधारण विश्वासी था, यानी कि यहूदियों के गिरजाघर में जाना आना इतना था, तब तक कोई तकलीफ नहीं था। लेकिन जिस समय में प्रभु यीशु मसीह का सेवकाई चालू हुआ, वो लोगों ने यीशु मसीह का विरोध किया। उन्होंने यीशु मसीह के बात करने के बीच में उनके बीच में से निकाल डाल दिया। पहाड़ की चोटी से उसे नीचे डालने की कोशिश की।
लेकिन यीशु मसीह ने यह सब पर विजय प्राप्त किया। अंत में जो सबसे बड़ा समस्या था, जो कि मृत्यु, उस पर भी यीशु मसीह जयवंत होकर निकला आत्मा की सेवकाई के द्वारा। പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, പ്രയാസങ്ങൾ ഈ ലോകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്നത്? കാരണം ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു ടെസ്റ്റിലാണ്, ഒരു പരീക്ഷയിലാണ്. ആ പരീക്ഷയാണ് നാം ജീവിപ്പാൻ യോഗ്യരാണോ എന്ന് തെളിയിക്കേണ്ട പരീക്ഷയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ. ഇത് മറന്നു പോകരുത്. ഇതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും മണ്ണിൻ്റെ പാക്കറ്റിലിട്ട് ഈ ഭൂമിയിൽ ചെക്ക് ചെയ്യുകയാണ്. ഇവള് കൊള്ളാമോ, ഇവൻ കൊള്ളാമോ എൻ്റെ കൂടെ ജീവിപ്പാൻ. മണ്ണിൻ്റെ പാക്കറ്റ്, അതാണ് ഈ പാക്കറ്റ്. രാവിലെ മിൽമ പാല് പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റിലിട്ട് ആ പാല് പാക്കിംഗ് ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ വീട് വരെ വരും. വീട്ടിൽ വെച്ച് അമ്മ അതിനെ കുത്തിത്തുളച്ച് അതിൻ്റെ പാല് വെളിയിലെടുത്തിട്ട് പാക്കറ്റ് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് പാക്കറ്റ് കളയും. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ മണ്ണിൻ്റെ പാക്കറ്റിൽ ഒന്ന് ഊതി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതാ ആ യാത്ര എവിടം വരെയുണ്ട്? സെമ്മത്തേരി വരെ. അവിടെ പാക്കറ്റ്, മണ്ണിൻ്റെ പാക്കറ്റ് സെമ്മത്തേരി കളയും. എന്നിട്ട് ദൈവം പറയും, മനുഷ്യപുത്ര മടങ്ങി വാ. എന്തിനാ? അവനവൻ ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിച്ച് തുടർന്ന് നാം ജീവിതം നയിക്കേണ്ടതിന്. അപ്പൊ ഇതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അനുവദിക്കും, കുറച്ച് സന്തോഷങ്ങളും. രണ്ടും മിക്സ് ആയിരിക്കും. ഇതിൽ നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് മറന്നു പോകരുത്, ഈ ലോക ജീവിതം ക്ഷണികമാണ്. നാം എല്ലാവരും ഇവിടെ താൽക്കാലിക മനുഷ്യരാണ്, നൊടിനേരത്തെ മനുഷ്യരാണ്. പക്ഷെ നിത്യകാല ദൈവപുത്രന്മാരാണ്. പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. So, dear brothers, why do we have troubles in this world? We have troubles in this world because we are going through a test. And this test is by God our Father to check if we are qualified enough to live with Him forever. Just like a packet of milk, when you receive a packet of milk in the morning, your mother cuts it open, takes the milk, and then throw away the packet. In the same manner, you are in a packet of mud on this world, and you are undergoing a test to see whether you are qualified to live forever. And due to that, now once that packet leaves only up to the cemetery, and once that is done, you go back to, just like the word of God says, Son of Man, return to me, and you will return back to God the Father, and whatever you did on this world, you will have to give an account for that. And therefore you should realize that our life on this earth is actually a test, and it's not a real life. And once we pass the test, we would be able to go to our Father in heaven and be with Him as a son of God eternally. और हमारे जीवन में दुख और मुसीबत क्यों होता है? क्योंकि ये परमेश्वर ने हमारे जीवन में हमारे लिए परीक्षा के लिए रखा है। मान लो कि हमारे जीवन, ये संसार की जीवन, वो एक थैली के अंदर, प्लास्टिक थैली के अंदर की एक जिंदगी है। जिस प्रकार से हमारे घर में सुबह को दूध का पैकेट आता होगा और घर में माँ क्या करती है, उसको काट कर उसमें से दूध निकालकर पैकेट को फेंकती है। इसी प्रकार हमारी ये संसार की जिंदगी, ये नहीं है असली जिंदगी, ये थोड़ी समय के लिए है। अंत में ये पैकेट को निकालकर हम फेंक देंगे। जिस तरह कब्रिस्तान में हम अपने शरीर को छोड़कर कहा जाएगा कि मनुष्य के पुत्र लौटा, तो हम अपने जीवनदायक परमेश्वर के पास में लौट जाएंगे, ताकि हम अपने शरीर में हमने किए हुए भले बुरे कामों का सही बदला प्राप्त करें। तो हम यहाँ पर मनुष्य के पुत्र होकर थोड़ी समय के लिए है, लेकिन परमेश्वर के पुत्र होकर उसके साथ अगर हम लायक हैं तो हमेशा के लिए रहेंगे। ഇതാ, നിങ്ങളിത് പല പ്രാവശ്യം ഇവിടെ കണ്ടിട്ടുള്ളതായിരിക്കും ഈ ചിത്രം. പക്ഷെ ഇത് വീണ്ടും പറയേണ്ട ആവശ്യം വന്നു. പൗലോസ് പറയാണ്, ഇപ്പോഴും നിങ്ങൾക്ക് പാലത്ര തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാല് കുടിച്ചാൽ പോലും ശബ്ദിച്ച് കളയുന്ന കുട്ടികൾ എന്ത് ചെയ്യാനാ? വീണ്ടും വീണ്ടും പാല് കൊടുക്കുന്നു. അവരുടെ അകത്തത് ഇരിക്കുന്നില്ല. കാരണം അവർ ഇതിനെ കാര്യമാക്കി എടുക്കുന്നില്ല. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണല്ലോ ഇത്. എൻ്റെ മോനെ, മോളെ, ഞാനും നിങ്ങളും ഒരല്പസമയം മാത്രമേ ഇവിടെ
ഈ ജഡത്തിൽ മനുഷ്യരായുള്ളൂ. ഇനി ഒരിക്കലും ഈ ജഡത്തിലെ മനുഷ്യരായി നാം മടങ്ങി വരില്ല. നമ്മുടെ ഇന്നലെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മുടെ ഇപ്പൊ ഉപയോഗിച്ചു കൊള്ളണം, അതിനൊരിക്കലും തിരിച്ചു കിട്ടില്ല. നാം ഇനി നിത്യമായി ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ നാം നിത്യമായ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും. ഇപ്പോൾ മാത്രമേ ഒരല്പസമയം ഈ ശരീരത്തിൽ നാം ഇവിടെ ഉള്ളൂ. നൊടി നേരത്തെ മനുഷ്യരാണ്, എന്നാൽ നിത്യകാല ദൈവപുത്രന്മാരാണ് ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ. Now, this image that is on the screen, I am sure you have seen it many times, but as Apostle Paul says, because you are still drinking milk and not solid foods, I am repeating it again. The title of this picture is Momentary Man and Eternal Son of God. So we are in this world for a very small time, and what we did yesterday, it won't come back. Even the moment that we have today won't come back. So we should do everything that is possible to utilize this moment to the fullest, so that after we die, we would, if we qualify, we become the Son of God, and our aim to be to qualify and become the eternal Son of God. ये स्क्रीन पर का डायग्राम हमने कई बार देखा होगा, लेकिन हम वापस याद दिलाना चाहते हैं, क्योंकि हमें से कई लोग अभी भी शिशु के स्नायिक हैं जो सिर्फ दूध पीते हैं और उसको भी निगल देते हैं. तो इसलिए परमेश्वर ने मुझे यहाँ पर स्थान में जो रखा है, तो आपको समझाना चाहता हूँ. जिस तरह से स्क्रीन में लिखा हुआ है, तात्कालीन मनुष्य और अनंतकालीन परमेश्वर के पुत्र, यदि हम लायक पाए जाएंगे तो हमेशा के लिए हम परमेश्वर के संग में उसके पुत्र होकर जिएंगे. जबकि ये संसार की ज़िंदगी बहुत थोड़ी समय के लिए है, बहुत कम छोटी सी ज़िंदगी है, और उसके बाद में हमेशा की हमारी एक ज़िंदगी है. हम मनुष्य होकर वापस इस संसार में नहीं आएंगे. कल का दिन जो बीत गया है वो वापस नहीं आएगा. अब का जो समय है वापस नहीं आएगा. तो हमें हमेशा के लिए अनंतकालीन परमेश्वर के पुत्र होने के लिए तैयारी करनी है. ഹലോ, ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഓവർകം ചെയ്യണോ, പ്രശ്നങ്ങളെ ഓവർകം ചെയ്യണോ, ഈ ഒരു സിസ്റ്റം ഒന്ന് മനസ്സിലാക്കുക. ഇതാ ക്രിസ്തു പറഞ്ഞ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതായത് എറ്റേണൽ ഇൻഹെറിറ്റൻസ് ഉള്ള മണ്ഡലം നീ അന്വേഷിക്കുക. അതോടുകൂടെ നിന്റെ ഈ ലോകത്തുള്ള നിനക്ക് സപ്ലൈ ചെയ്യേണ്ട സകലത് സപ്ലൈ ചെയ്യപ്പെടും. എന്നാൽ നമ്മൾ അവിടെ മടി കാണിക്കുകയും പിശാച് അവിടെ ജയമെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചേ, ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു ബ്ലൂ പാർട്ടുണ്ട്, ചെറിയൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതിന് ബർത്ത് എന്നും കൊടുത്തിരിക്കുന്നു, അതിൻ്റെ അവസാനം ഡെത്ത് എന്നും കൊടുത്തിരിക്കുന്നു. ജനനം, മരണം, ഇതാ കൊടുത്തിരിക്കുന്നു. ചെറിയൊരു പീരീഡേ ഉള്ളൂ. ഇതാ അവിടെ എഴുതിയിരിക്കുന്നു മാൻ, മനുഷ്യൻ. എന്നാൽ അത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, പിന്നെ ആ മനുഷ്യനിലേക്ക് പോകുന്നില്ല, പിന്നെ പോകുന്ന പുതിയ മനുഷ്യനിലേക്കാണ്. ആ പുതിയ മനുഷ്യനാണ് ദൈവപുത്രൻ, സൺ ഓഫ് ഗാഡ് അല്ലെങ്കിൽ സൺസ് ഓഫ് ഗാഡ്. പിന്നെ യെല്ലോ ലൈനിൽ കാണുന്നത് മുഴുവൻ ദൈവപുത്രന്മാരാ. നമ്മൾ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി മാറുകയും ഇനി ഒരിക്കലും മനുഷ്യനായി തിരിച്ചു വരുന്നില്ല. ഇനി രാജേഷ് ഇവിടുന്ന് പോയി, അദ്ദേഹം ഒരിക്കലും ഇനി മനുഷ്യനായി തിരിച്ചു വരില്ല. ക്വാളിഫൈ ചെയ്യപ്പെട്ട അദ്ദേഹം ദൈവപുത്രനായി നിത്യം ദൈവഭവനത്തിൽ ജീവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നൊടി നേരമേ നമ്മൾ മനുഷ്യനായിട്ടുള്ളൂ. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത് ഈ സമയത്ത് നമുക്ക് കഷ്ടമുണ്ട്. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത് നൊടി നേരത്തെ ലഘുവായ കഷ്ടം. അതാണ് ഈ ഒരു പോയിന്റിൽ അത്യന്തം അനവധിയായ തേജസ്സിന്റെ താൽക്കാലികമല്ല നിത്യമായ ഹനം പ്രാപിപ്പാൻ എനിക്ക് ഇടവരുന്നു. അതുകൊണ്ട് ഈ ചെറിയ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കഷ്ടങ്ങൾ നമ്മൾക്ക് ദൈവം തരുന്ന റോ മെറ്റീരിയൽ ആണ് എന്നും. എന്തിനുള്ള റോ മെറ്റീരിയൽ? കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയിൽ ഉരുക്കിന്റെ ഷീറ്റുകൾ ഇങ്ങനെ റോ മെറ്റീരിയലായിട്ട് വരുന്നുണ്ട്. എന്തിനുള്ളതാണ്? വലിയ വലിയ കപ്പലുകൾ ഉണ്ടാക്കാൻ. ഇതേപോലെ നമുക്ക് അനുവദിക്കുന്ന കൊച്ചു കൊച്ചു കഷ്ടങ്ങൾ ഇതാ എന്നേക്കുമുള്ള ദൈവപുത്രനെ നമ്മളിൽ പണിതെടുക്കുവാനുള്ള റോ മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൗലോസിനെ പോലെ നമ്മളും പറയും, ക്രിസ്തയേശുവെ പ്രതി കഷ്ട സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നാം ഈ ലോകത്തിന്റെ മൈൻഡ് സൂചിച്ചു അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. അല്ല, കഷ്ടങ്ങൾ റോ മെറ്റീരിയലാണ്, തേജസ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്.
So, if you look at this image, our life on earth as man is momentary. The blue part is very short, and after that we become the son of God. And sometimes we have trouble on earth because, as Jesus Christ says, seek ye first the kingdom of God and everything will be added to you. We do not seek the kingdom of God first. Our priorities are to seek our own welfare on this earth. And the reason we have trouble is that it's a raw material to help us to prepare us raw materials to build us into sons of God. And once we have won those troubles through our spiritual ministry, we would be able to become sons of God and live eternally. And it is because of this that Bible says that momentary light trouble is precursor to eternal glorious future. और ये स्क्रीन पर जब हम देख रहे हैं कि पीला जो बाण है उसके एकदम अंत में नीले रंग में आपको देख सकते हैं मनुष्य है, और उसके शुरुआत में जन्म है और उसके अंत में मौत है। लेकिन उसके आगे एक बहुत ही लंबा जो पीला है एरो जो है बाण है, वो है हमारा परमेश्वर के पुत्र होकर जीने वाला समय। तो इसके लिए ही हम जैसे बता रहे थे, हमारी ये संसार की जिंदगी बहुत ही छोटी है, बहुत जल्दी से खत्म हो जाएगा। लेकिन उसके बाद में यदि हम लायक निकलते हैं तो परमेश्वर के पुत्र होकर अनंत काल के लिए, हमेशा के लिए हम उसके साथ रहेंगे। और इसके लिए हमें तैयारी देने वाली बात है हमारे जीवन में दुख और क्लेश जो आती है। ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ച് നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാകാതെ പിശാച് നിങ്ങളുടെ മനസ്സുകളെ കൂട്ടുക, അതാ വിഷയം. ഇത് രണ്ട് ലോകമാണ്. ഈ ആദ്യത്തേത് കാണുന്നത് ഭൂമിയാണ്, ഭൂമിയിലാണ് നാം മനുഷ്യർ. അത് അക്ഷരത്തിന്റെ ലോകമാണ്. ഹലോ, അത് അക്ഷരത്തിന്റെ ലോകമാണ്. എന്നാൽ അതാണ് മനുഷ്യന്റെ ലോകം. ഇത് ദൈവപുത്രന്മാരാണ്. ഇത് അക്ഷരത്തിന്റെ ലോകമല്ല, ആത്മാവിന്റെ ലോകമാണ്, ദൈവരാജ്യമാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ഇതുവരെ അക്ഷരത്തിന്റെ ശുശ്രൂഷയിലാണ്. ആത്മാവിന്റെ ശുശ്രൂഷ അധികം ശ്രേഷ്ഠമല്ലയോ? അതിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ അക്ഷരത്തിന്റെ ലോകത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇതാ സന്ദേശം. പക്ഷെ അങ്ങോട്ട് കയറില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് അടിച്ച് ചൂരിലെടുത്ത് അടിച്ച്, ഈ അപ്പച്ചനും അമ്മച്ചൊക്കെ പണ്ടത്തെ കാലത്ത് എന്നെയൊക്കെ ഇങ്ങനെ പോക്കിയിട്ട് അടിക്കുമായിരുന്നു, നിങ്ങൾ തൂക്കി പിടിച്ചിട്ട്. അതേപോലെ എനിക്ക് അടിക്കാൻ പറ്റുമോ നിങ്ങളെ? അതിന് മനസ്സിലാക്കുക. ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് പോവാ. ഞാൻ ഇവിടെ പലപ്പോഴും പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പുള്ളി തികച്ചും അക്ഷരത്തിലാ, ആത്മാവിലേക്ക് അടുത്തുപോലും വന്നിട്ടില്ല. Dear brother, if you look at this image, you will see that the blue part is very short, and that's because our life on earth is momentary, and after that the yellow part is forever, and that's our life as the Son of God. And the reason you should know that our life on earth, this world that we are in, this is a world of letters, and here it is the ministry of letters that sort of rules. But we should move from that ministry to the ministry of the Spirit, because Son of God lives by the ministry of the Spirit, and we should move to that ministry to gain victory. और उस डायग्राम में जो नीला भाग है वहाँ पर आत्मा की नहीं बल्कि अक्षर की बातें वहाँ चलती हैं, अक्षर की वाचा, अक्षर की सेवकाई वहाँ है। लेकिन परमेश्वर के पुत्र जो है वे अक्षर की सेवकाई से नहीं जीते हैं, वे आत्मा की सेवकाई से जीते हैं। इसलिए ही हमें अक्षर से निकलकर आत्मा के अनुसार जीने के लिए या सेवकाई में आना है। कई बार लोग ये बात को समझते नहीं हैं। പ്രിയമക്കളെ, നിങ്ങൾ ബൈബിള് പഠിക്കുന്നതൊക്കെ നന്നായിട്ട് പഠിക്കും, നല്ല കാര്യമാണ്. പക്ഷെ ബൈബിളിലെ ലെറ്റേഴ്സ് നിങ്ങൾ എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ ട്യൂസ്ഡേ TV ഇൻ്റർവ്യൂവിൽ, ഗോസ്പൽ TV ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒന്ന് പറഞ്ഞു, ഈ ബൈബിളിലെ ലെറ്റേഴ്സ് 4 മുറിക്കുന്നു. ഉൽപ്പത്തി 1, 2, 3 അതിലെ ലെറ്റേഴ്സ് മുഴുവൻ ദൈവം മാനവകുലത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായും. അവിടെ വെച്ച് 3-ാം അധ്യായത്തിൽ വെച്ച് മനുഷ്യൻ വീണു.
തുടർന്ന് മാലാക്കി വരെ ഉള്ള ലെറ്റേഴ്സ് മുഴുവൻ ആ വീണുപോയ മനുഷ്യനെ സൂക്ഷിക്കുകയും ന്യായപ്രമാണം കൊണ്ട് സൂക്ഷിക്കുകയും പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ രക്ഷകൻ വരുന്നു എന്ന പ്രത്യാശ കൊടുക്കുകയും ചെയ്യുന്ന ലെറ്റേഴ്സാണ്. അതാണ് രണ്ടാമത്തെ ലെവൽ. So if you look at first of all, let me say that it is great to learn the Bible, but you should know that what the letters in the Bible lead you to. If you had listened to my interview with Gospel TV on Tuesday, you will see that I mentioned there that letters in the Bible are divided into 4. The first division is till Genesis 3, and it tells us what God intends to do on earth. And from Genesis 3, when man had undergone his fall, until the book of Malachi is about how to preserve the fallen man from ruining himself. पिछले दिन में मंगलवार को जो हमारा इंटरव्यू हुआ था गॉस्पेल टीवी के साथ, जिन्होंने सुना है उनको मालूम है, हमने बताया उस दिन कि बाइबल के जो अक्षर है, बाइबल पढ़ना बिल्कुल अच्छी बात है, लेकिन उसके अक्षरों का जो संदेश है वो क्या बताती है ये हमें समझना ज़रूरी है. तो चार भाग में हम विभाजित कर सकते हैं. सबसे पहला भाग उत्पत्ति 1, 2, 3, उसमें मानव जाति के लिए परमेश्वर का जो उद्देश्य है वो वहाँ पर लिखित है. तीसरे अध्याय में, उत्पत्ति 3 अध्याय में इंसान का पतन होता है. तो वहाँ से लेकर मलाकी तक गिरा हुआ इंसान को संभालने के लिए, अपने आप को नाश करने से संभालने के लिए क्या करना है उसके बारे में लिखित है. ഹലോ, ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവമേ, ഇവിടെ ഹൃദയം തുറന്നു കൊടുക്കണേ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ലെറ്റർ എന്ന് പറയുന്നത് ഈ വീണുപോയ മനുഷ്യരെ എങ്ങോട്ടാ വീണുപോയ? ജഡത്തിലേക്ക് വീണുപോയി. അവനെ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് കൊണ്ടുപോകുന്ന ലെറ്റേഴ്സാണ് മൂന്നാമത്തേത്. നാലാമത്തെ ലെറ്റേഴ്സ് ആത്മാവിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് പ്രവർത്തിക്കുന്ന ലെറ്ററുകളാണ്. വല്ലപ്പിടുത്തം കിട്ടിയ ഹലോ, ദൈവാത്മാവ് ഉപദേശിക്കാതെ ഇത് മനസ്സിലാവില്ല എൻ്റെ പൊന്നു മക്കളെ. ഒന്നും കൂടി പറയാം. ആദ്യത്തെ ടൈപ്പ് ലെറ്റർ ഈ മാനവരാശിയിൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കുന്ന സന്ദേശമാണ് ഉൽപ്പത്തി 1 മുതൽ 3 വരെ. 3-ാം അധ്യായത്തിൽ മാനവരാശി പാപം ചെയ്ത് മരണത്തിൽ ജഡത്തിലേക്ക് വീണുപോയി. ആ രണ്ടാമത്തെ ടൈപ്പ് ലെറ്റർ എന്ന് പറയുന്നത് ഈ വീണുപോയ മനുഷ്യരെ സൂക്ഷിക്കുകയും അവർക്ക് രക്ഷകൻ വരുന്നുണ്ടെന്ന് പ്രത്യാശ കൊടുക്കുകയും ചെയ്യുകയാണ്. അതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഇനി മൂന്നാമത്തേത് പുതിയ ഉടമ്പടി തുടങ്ങുമ്പോഴുള്ള ലെറ്റേഴ്സ് എന്നാന്ന് പറയാമോ? ഈ ജഡത്തിലേക്ക് വീണുപോയ മനുഷ്യരെ ജഡത്തിൽ നിന്ന് ആത്മാലോകത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക് മാറ്റുന്ന ലെറ്ററാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. നാലാമത്തെ ടൈപ്പ് ലെറ്റർ ആത്മലോകത്ത് ഇത് ഭൂമിയിലേക്ക് പ്രവർത്തിക്കുന്ന ലെറ്റേഴ്സാണ്. ആ ഭാഗത്തേക്ക് സഭ സ്മെല്ല് പോലും അടിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് അവസാനം, ബൈബിളിലെ അവസാനം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. So the third type of letter that starts from the beginning of the book of Matthew is the type of letter to elevate you who have fallen into the flesh, from this flesh into the spiritual realm, into the spirit, to redeem you from the flesh and move you to the spirit. And the fourth type of letter is you who is in the spirit, acting on this world from that spirit. And thus there are 4 type of letters. I will repeat again. The first type of letter up to Genesis 3 is God's intention on this earth, what God wants to do on this earth. And from Genesis 3, when men underwent his fall, right up to Malachi, what we call the law and the prophets is God's method to preserve us, preserve the fallen man from falling into further ruin. And from Matthew beginning onwards is about redeeming that fallen man from his fall into the flesh back into the spirit. And after that, the fourth type of letter is that man who now exists in the spirit, acting on this world from that spirit. तो और उसके बाद में तीसरा जो होता है, तीसरा प्रकार का अक्षर जो इस बाइबल में पाया जाता है वो ये है कि मानव जाति के उद्धार के लिए जो बातें हुई है. और उसके बाद चौथा है कि आत्मा के तल से काम करने वाले, इस शरीर के तल में, आत्मा के तल में होकर काम करने वाला मनुष्य. तो सबसे पहले उत्पत्ति 1 से 3 में
परमेश्वर का मानव जाति के प्रति जो उद्देश्य है, जो इच्छा है वो है। फिर उसके बाद में गिरा हुआ मनुष्य के लिए उसकी रखवाली करने के लिए और आने वाले उद्धारकर्ता के बारे में आशा जताने के लिए बताई गई भविष्यवाणी और व्यवस्था की बातें जो मलाकी तक है। उसके बाद में जो है वो उद्धारकर्ता यीशु के द्वारा जो उद्धार की बातें हैं, आत्मा की ओर में, आत्मा के तल में हमें ले जाने के लिए वो बातें हैं, वो अक्षर हैं। उसके बाद में चौथा सबसे अंत में अक्षर आत्मा के तल में से इस पृथ्वी में जो किया जाने वाला काम। ഹലോ, മനസ്സിലായോ മക്കളെ? 4ാം നിലയിലേക്ക് നിങ്ങൾ വന്നോ, ഈ ഭൂമിയിൽ ഒന്നും നിങ്ങളെ തോപ്പിക്കില്ല. കാരണം 4ാം നിലയിൽ നിങ്ങൾ 4ാം അക്ഷരത്തിൻ്റെ 4ാം നില, അതിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾ ഈ ലോകത്തെ ജയിക്കും. ദൈവവചനം പറയുന്നു, ദൈവത്തിന് ജനിക്കുന്നതൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. ആ ഒരു പ്രിൻസിപ്പിളിലേക്ക് ഇതുവരെയും സഭ എത്തിയിട്ടില്ല. സഭ എത്തണം. വിരലിലെണ്ണാതെ ഈ ചരിത്രത്തിലെ ഏതെങ്കിലും ദേവദാസന്മാർ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം. So dear brothers, so I hope you understand, once you reach the fourth level of the letters that we spoke about, you cannot be defeated, because the word of Bible says that those who are born of God wins this world. So once you are born of God and in that spirit, you will be able to win this world. And right now there are very few people, very few servants who have actually reached such a level. इसके लिए हमें इस जो है सांसारिक जिंदगी में अक्षर के अनुसार जीने छोड़कर हमें आत्मा के तल में पहुंचना है। यदि हम उस तल में पहुंचेंगे, ये संसार की कोई भी बातें हमें हरा नहीं डाल देगी। कलीसिया को इस स्तर में पहुंचना चाहिए, लेकिन कलीसिया बहुत कम लोग हैं। परमेश्वर के दासों में से कुछ लोग होंगे जो ऐसी अवस्था में पहुंचे हैं। ശ്രദ്ധിച്ചേ, ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ എന്താ നടക്കണേന്ന് പറഞ്ഞാൽ, ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്കല്ല. ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ്. ഈ ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിൽ കണക്ട് ചെയ്തിട്ട് നാം ഈ ഭൂമിയിലേക്ക് ദൈവത്തെ നമ്മുടെ ജീവിതത്തോട് വെളിപ്പെടുത്തുകയാണ്. ഈ ഒരു ജീവിതമാണ് ആത്മാവിലുള്ള ജീവിതം. എന്നാൽ അക്ഷരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു തലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ അക്ഷരം, ബൈബിളിൽ നല്ലവരുടെ കാര്യമേ പറഞ്ഞേട്ടോ, ബൈബിളിലെ അക്ഷരം വായിച്ചിട്ട് അതുപ്രകാരം ദൈവത്തിൻ്റെ ചിന്തകൾ മനസ്സിലാക്കി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ദൈവത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷ അങ്ങനെയല്ല. ദൈവം നമ്മളിലൂടെ ഭൂമിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയാണ്. So dear brothers, let me explain what the ministry of the Spirit is. In the ministry of the Spirit, you are in the spiritual realm and you are connected to God the Father through Jesus Christ. And through Jesus Christ, you are receiving word from God the Father and you are revealing God into this world. This is the ministry of the Spirit. On the other hand, the ministry of the letters, and I'm speaking about good people, it's a ministry that reads from the letter of the Bible, which is revealed by God, and through that letters of the Bible, you are trying to decipher God's messages and live by it. तो आत्मा के अनुसार जीना वो अक्षर के अनुसार जीने से कुछ अलग है। अक्षर के अनुसार जो जीते हैं, यानी कि जो भले लोग हैं, वे परमेश्वर को वचन को पढ़ते हैं और समझने की कोशिश करते हैं, और फिर वे परमेश्वर को उस तरह से उस हिसाब से वे जीते हैं परमेश्वर के साथ में। लेकिन आत्मा के अनुसार चलने वाले, परमेश्वर उनके द्वारा ये संसार में काम करेगा। ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ആത്മാവിന്റെ ശുശ്രൂഷ സംഭവിക്കുന്നത് ഈ ലോകത്ത് സകലത്തെയും നിറച്ചത് സ്വർഗസ്ഥ പിതാവാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ആ നിറവിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. ഈ ഒരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാണ്. എക്സാമ്പിൾ ഇതാ, ഇവിടെ നിങ്ങൾക്ക് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു കുപ്പിയിൽ നിറയെ വെള്ളം വെച്ചിരിക്കുന്നു. ഈ കുപ്പിയിൽ നിന്ന്, ഈ കുപ്പി നമുക്ക് താഴെ ഒരു വലിയൊരു ഓഷനായിട്ട് സങ്കല്പിക്കാം, ഒരു കടലായിട്ട് സങ്കല്പിക്കാം. ഈ കുപ്പി ഇതാ സ്വർഗസ്ഥ പിതാവിനെ കാണിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള വെള്ളം ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു. സ്വർഗസ്ഥ പിതാവാണ് സകലത്തെയും നിറയ്ക്കുന്നത്. സ്വർഗസ്ഥ പിതാവ് നിറയ്ക്കുന്ന
സകലത്തെയും നിറയ്ക്കുന്നവൻ്റെ നിറവാണ് ക്രിസ്തു. So, let me explain more about the ministry of the Spirit. In this world, everything is filled by God our Father through our Lord Jesus Christ. So, God is the source of everything, and the idea here is to draw from that fullness that God has filled. So, in this example that we have here, you have a big bottle and then a small bottle. So, and then a small bottle. So, the big bottle here represents God, who is the full, who has everything in full, and He is giving from that He is filling Jesus Christ, who is also full. और हमें समझना है कि जब हम आत्मा के से जिएंगे, आत्मा के अनुसार जिएंगे, तो वो बात समझ आने के लिए आप यहाँ पर जो बॉटल रखा है, बड़ा बॉटल, आप समझिए पिता परमेश्वर है जो सब कुछ भरता है, और भरने वाली भरपूरी है प्रभु यीशु मसीह। इस बोतल को आप मानिए वो पिता परमेश्वर है, और उसके अंदर में जो भरा हुआ है, जो जल है, वो मानिए कि आत्मा है। ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 1:23 പറയുന്നു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, എല്ലാ നിറയ്ക്കുന്ന വ്യക്തിത്വമാണ് ദൈവം. ആ ദൈവം നിറച്ചിരിക്കുന്ന തൻ്റെ ശരീരമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൽ നിന്ന് നിറയപ്പെടേണ്ടവരാണ് നമ്മൾ. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ബോട്ടിൽ ഒതുങ്ങുന്ന വ്യക്തിത്വമല്ല ദൈവം, ഇതിൻ്റെ അടിയിൽ ഒരു ഓഷനാണ്. ആ ദൈവത്തിനാണ് സകലതും ആരംഭിക്കുന്നത്. എല്ലാം നിറയ്ക്കുന്നവനായ ദൈവം, ദൈവത്തിൻ്റെ നിറവാണ് ക്രിസ്തു. ക്രിസ്തുവിനാൽ നിറയപ്പെടുന്നവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ശുശ്രൂഷയിലാണ്. നമ്മളാണ് തുടർന്ന് ഇവിടെ ഭൂമി സങ്കല്പിക്കുക. ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ നിറവിൽ നിന്ന് ക്രിസ്തുവിലൂടെ നമ്മളിലേക്ക് വരുന്ന ആ ജീവജല നദി, ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളാണ് ഭൂമിയിലേക്ക് വെളിപ്പെടുത്തേണ്ടത്. ഇങ്ങനെയുള്ള ശുശ്രൂഷയാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. ഇതാണ് ദൈവരാജ്യം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ബൈബിളിലെ 4ാം ലെവൽ ലെറ്റേഴ്സ്. So, if you read the book of Ephesians, chapter 1, verse 23, it says, which is His body, the fullness of Him that filleth all in all. So, the one that filleth all in all is God the Father. And here although we represent God by a bottle, actually God is an ocean. It's a huge ocean. So, and from that God the Father, He filleth Jesus Christ, Lord Jesus Christ, and the body that is full from God, that is filled by Him that filleth all, is Jesus Christ. And from Jesus Christ we need to draw the water of living. We need to draw the living water and fill our own selves. So if the river of living water flows from God the Father through Jesus Christ and to us, we are in a ministry of spirit, and someone who is in such a ministry of spirit cannot be defeated. यहाँ पर जो मानिए सबसे जो बड़ा बॉटल है वो पिता परमेश्वर मानिए, लेकिन पिता परमेश्वर सीमित नहीं है, मानिए कि उसके नीचे एक बड़ा समुंदर है, और उसमें से जो दूसरा आगे जो सामने जो बॉटल है वो भरा जाता है, वो प्रभु यीशु मसीह है। पिता परमेश्वर, जैसे हम इफिसियों 1:23 में पढ़ते हैं, उसकी परिपूर्णता है जो सब में सब कुछ पूर्ण करता है, और यीशु मसीह से हमको प्राप्त करना है। अगर हम यीशु मसीह से प्राप्त करेंगे, जिसने पिता परमेश्वर से प्राप्त किया है, तो हम जाकर आत्मा की तल में जी रहे हैं। കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ പ്രാപിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ നിറവിൽ നിന്നാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ ക്രിസ്തുവെ നിറച്ചിരിക്കുന്നു. ആ നിറവിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കണം. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു,
അവന്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്ന്? ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സുഖത്തിലെ ദൈവം കൃപ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു. ആ നിറവിൽ നിന്ന് ഇത് നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഇത് ഒരു സ്പിരിച്വൽ ഹൈറാർക്കിയാണ്, ഒരു ശ്രേണിയാണ്. പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, പുത്രനിലേക്ക് തൻ്റെ ആത്മാവിലൂടെ ലഭിക്കുന്നു, പുത്രനിലുള്ളവരിലേക്ക് അത് പകരുന്നു, അവർ ഫലം കായ്ക്കുന്നു, അവരത് വെളിപ്പെടുത്തുന്നു. So God the Father, who is represented by the big bottle here, is unlimited. He is an unlimited ocean, and from him Jesus Christ has been full. Jesus Christ is full. Jesus Christ is represented by the second bottle. He is full, and from Jesus Christ we need to draw from Jesus Christ. And in the book of John 1, Gospel of John chapter 1 verse 16, it says, out of his fullness we have all received grace in place of grace already given. So we should draw that grace from Jesus Christ and fill ourselves, and one who lives like that lives by the ministry of the Spirit. और यहाँ पर हम सबको प्राप्त करना है प्रभु यीशु मसीह की परिपूर्णता से। और यीशु मसीह, जैसे हमने बताया, यीशु मसीह का पूर्णता वो पिता परमेश्वर से आत्मा द्वारा दिया गया है, और जितने भी यीशु मसीह के हैं उनको वह भी ये परिपूर्णता देता है। और जिस तरह से हमने यूहन्ना रचित सुसमाचार 1:16 में पढ़ते हैं, उसकी परिपूर्णता से हम सब ने प्राप्त किया है, अर्थात अनुग्रह पर अनुग्रह। यहाँ पर उसकी यानी यीशु मसीह के बारे में लिखा है, यीशु मसीह ने पिता से अनुग्रह प्राप्त किया और हमें भी यीशु मसीह की उस परिपूर्णता से प्राप्त करना है। ऐसे जीने वाला संसार पर विजय प्राप्त करेगा। ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ കാണാം. ഇത് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ജീവിത ജയം വളരെ എളുപ്പമാണ്. ഇത് മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ജീവിത ജയം ബുദ്ധിമുട്ടായിട്ട് തരും. ഇതാ സ്ക്രീൻ വീണ്ടും ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. ഇതാ ബിസ്ലറി എന്ന കമ്പനി ഒരു വിഷയമല്ല കേട്ടോ, എല്ലാം ഒരേ കാറ്റഗറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരേ കമ്പനി എടുത്തത്. എല്ലാം ഒരേ കാറ്റഗറി, ഓൺലി സൈസിന് മാത്രം വ്യത്യാസമുള്ളൂ. ശ്രദ്ധിക്കുക, ബിസ്ലറി എന്ന കമ്പനി അതിൻ്റെ 20 ലിറ്റർ ബോട്ടിലാണ് ഈ കാണുന്നത്. പക്ഷെ അതിൻ്റെ താഴെ ഒരു ഓഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിൽ ഒതുങ്ങുകയില്ല, ഒരു ഓഷൻ കൊടുത്തിട്ടുണ്ട്. ആ ബോട്ടിൽ നിന്നാണ് ഇതാ ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് വെള്ളം നിറയുകയാണ്. തുടർന്ന് ആ ബോട്ടിൽ നിന്ന് ഇതാ ഒരു 250 ലിറ്ററിലേക്ക് വീണ്ടും വെള്ളം നിറയുകയാണ്. ആ 250 ലിറ്ററിൽ നിന്നാണ് ഭൂമിയിലേക്ക് കൊടുക്കുന്നത്. സ്വർഗസ്ഥ പിതാവിൽ സകലതും നിറയ്ക്കുന്നവനാണ്. ആ നിറയ്ക്കുന്നവൻ്റെ നിറവിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നിറയ്ക്കുന്നു. തുടർന്ന് ക്രിസ്തു നമ്മളെ നിറയ്ക്കുന്നു, നമ്മൾ അത് ഭൂമിയിലേക്ക് പകരുന്നു. ഇതാണ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ എൻ്റെ പിതാവ് തോട്ടക്കാരനും ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളും എന്ന ഉപമയിലൂടെ കർത്താവ് പറഞ്ഞു തരുന്നത്. So this is again illustrated in the screen that you are seeing right now. Now we have 3 containers in the screen. All of them are of Bisleri company. Company doesn't matter. The reason we use the same company is to say that qualitatively it's the same. Qualitatively the same fluid is in all 3 of us. 3. And here we have the first we have 10 liter, 20 liter bottle, I believe, of Bisleri, but there is an ocean underneath because God the Father is unlimited. And from that 20 liter we go to it's shared to a 5 liter bottle, 5 liter container, and from that 5 liter to a 250 ml bottle, from which it is given to the world. So this is how it is. First, everything is drawn from God the Father, who is the one that filleth all, and from God the Father fills his Son Jesus Christ, who is the fullness of one that filleth all, and from Jesus Christ we receive from his fullness and we give to this world. अब ये बात समझाने के लिए स्क्रीन पर जो चित्र है उसमें सबसे बड़ा बॉटल 20 लीटर वाला बॉटल है, मानो बिस्लेरी का है,
और उसके अंदर भरा जाता है। नीचे जो समुंदर देख रहे हैं उसमें से समुंदर का सारा जल हम किसी एक बोतल में नहीं भर सकते हैं। तो पिता परमेश्वर जो पूर्ण करने वाला परिपूर्णता है, उसके उस 20 लीटर वाले बोतल से 5 लीटर वाले आगे वाले बोतल में भरा जाता है, जो कि प्रभु यीशु है। और फिर उसके सामने जो नीचे एक छोटा सा बोतल है 150 ml का बोतल, वो हम में से हर एक है, यीशु मसीह में से हम प्राप्त करते हैं और फिर हमारे से जाकर संसार को दिया जाना चाहिए। ഹലോ, ഇതാണ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളും എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്ന് പറഞ്ഞ ഉപമയിലൂടെ കർത്താവ് ഇതേ സംഭവമാണ് കാണിച്ചു തരുന്നത്. എൻ്റെ പിതാവാണ് വെള്ളം ഒഴിച്ചു തരുന്നത്. ഞാനാവുന്ന മുന്തിരിവള്ളിയിലേക്ക് ആ വെള്ളം കയറുന്നു, തുടർന്ന് ശാഖകളായ നിങ്ങളിലേക്ക് അതെത്തുന്നു. നിങ്ങൾ ഫലം കായ്ച്ച് ഭൂമിയിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. പക്ഷെ നമ്മൾ ആരെങ്കിലും ഈ ശുശ്രൂഷയിലാണോ? ആണെങ്കിൽ സ്തോത്രം. പക്ഷെ നമ്മളൊക്കെ ഈ ശുശ്രൂഷയിലാണ്, അക്ഷരത്തിൻ്റെ ശുശ്രൂഷ. അക്ഷരം വായിക്കുന്നു, അക്ഷരം പഠിക്കുന്നു, അക്ഷരം പഠിച്ചതനുസരിച്ച് ദൈവത്തെ കാണുന്നു. നല്ല കാര്യം, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ബെസ്റ്റ്. ഹല്ലേലൂയ. പക്ഷേ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇതാ അക്ഷരം നമുക്ക് തന്നത് ദൈവത്തിൻ്റെ ചിന്തകൾ അറിയാനാ. അക്ഷരം നമ്മളെ സൂക്ഷിക്കുന്നു. പക്ഷെ അക്ഷരം, ബൈബിളിൽ എല്ലാ അക്ഷരങ്ങളും അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മൾ ആത്മാവിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നുള്ളതാണ്. 4ാം ലെവലിലേക്ക് നാം കടന്നു വരണം. തുടർന്ന് ഈ അക്ഷരം നമ്മളെ അവിടെ എത്തിച്ചെങ്കിൽ ആത്മാവിൻ്റെ ലെവലിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് പ്രവർത്തിക്കേണ്ടവരാണ്. So this is again illustrated when Jesus Christ said, I am the vine and you are the branches. So Jesus Christ described himself as the vine, and God the Father as the gardener who pour water into the vine. And Jesus Christ takes that water and moves it to the branches, which is us. And it is the branches that bear fruit on this world. And thus God the Father is glorified when this branches bear fruit. So this is how someone who is in the ministry of the Spirit is. Now, are you in the ministry of the Spirit? Because this is how it will be. The ministry of the letters, on the other hand, are written letters that are letters that are the written thoughts of God. And all these the ministry of the letter is not bad, but all these ministry of the letters actually point towards helping us attain the ministry of the Spirit. ये सच्चाई को बताने वाले एक दूसरी दृष्टांत है जो प्रभु यीशु मसीह ने कहा, तुलना करते हुए कि मैं दाखलता हूँ, तुम डालियाँ है, और माली जो है वो पिता परमेश्वर है। पिता परमेश्वर पानी देता है जिससे दाखलता और उसमें लगी हुई डालियाँ हम फल लाएंगे, तब पिता परमेश्वर की महिमा होगी। तो हमें इसीलिए ही अक्षर के अनुसार नहीं बल्कि आत्मा के अनुसार जीना है। यदि हम अक्षर के अनुसार जीने वाले हैं तो मानो हम बाइबल को पढ़ेंगे, और ये जो अच्छी बात है ज़रूर, लेकिन बाइबल को पढ़कर उसी तरह से, उसी रीति से परमेश्वर को जानने की या समझने की कोशिश करेंगे। परमेश्वर हमसे ये चाहता है, अक्षर दिया गया है हमें आत्मा के तल में अंत में ले जाने के लिए, क्योंकि अक्षर से मौत आती है लेकिन आत्मा से जीवन आता है। ശ്രദ്ധിച്ചേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജോലി ഇച്ചിരി എളുപ്പമാകട്ടെ. ചെയ്ത് തളർന്നു മക്കളെ നിങ്ങളുടെ അടുക്കൽ. ശ്രദ്ധിച്ചേ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണേ, ഇതൊന്ന് മനസ്സിലാക്കാൻ സഹായിക്കണേ. വിരിഞ്ഞ മുട്ടയെ ഇത്രയും നാളും ഫ്രിഡ്ജിൽ വെച്ചു. വിരിഞ്ഞ മുട്ടയെ വീണ്ടും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന എൻ്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റിത്തരണേ എൻ്റെ കർത്താവേ, ഇതൊന്ന് പ്രാർത്ഥിക്കാമോ? കോഴിമുട്ട വിരിയണവരെയും കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു, നശിച്ചു പോകില്ലെന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് വിരിഞ്ഞ ശേഷവും വീണ്ടും കോഴിക്കുഞ്ഞിനെ കൊണ്ടേ ഫ്രിഡ്ജിൽ വെച്ചു. ഈ പരിപാടി ഞാൻ നിർത്താൻ തക്കവണ്ണം എൻ്റെ ബുദ്ധിയെ തുറന്നു തരണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? Dear brothers, can you all pray to God that He opens your mind and spirit so that you can understand this? Because right now you are taking an egg that has already been hatched and putting it into the freezer, into the fridge. So please pray to God that He opens your heart and spirit to understand this.
आइए हम परमेश्वर से प्रार्थना करेंगे, विनती करेंगे कि प्रभु जी ये बातें समझने के लिए मुझे सहायता करना, क्योंकि अगर हम ऐसे नहीं करते हैं तो जैसे कि अंडा जो हम फ्रिज में उसको संभाल के रखते हैं, लेकिन अगर उसमें से मुर्गी का बच्चा निकला है वापस जाकर फ्रिज में रखना, ऐसी बात हो जाती है। इसीलिए हम परमेश्वर से प्रार्थना करेंगे, प्रभु जी इन बातों को समझने के लिए मेरी दिमाग को, मेरी बुद्धि को खोल दे। ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളുടെ മോനോ മോളോ ആരെങ്കിലും ഇതാ കഴിഞ്ഞ ദിവസം എവിടെയും ഞാൻ ചെന്നപ്പോൾ മുട്ടയൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു ചീത്തയായി പോകാതിരിക്കാനാണ്, അതായത് ഇത് കുഞ്ഞിനെ വിരിയിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു ഫ്രിഡ്ജിൽ വെച്ചാൽ വിരിയോ? കുഴപ്പമില്ല, വിരിയും, ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, വിരിയോ എന്ന് പറഞ്ഞു. അങ്ങനെ വിരിഞ്ഞ ശേഷം, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ശേഷം വീണ്ടും ആ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ മോനെ എന്നാ വിളിക്കും? പറ. നിങ്ങൾ ആ മുട്ട വിരിയിച്ച കുഞ്ഞുങ്ങൾ ഇറങ്ങി, എന്നിട്ട് കുഞ്ഞുങ്ങളെ ഇറങ്ങണ വരെ മുട്ട ഫ്രിഡ്ജിലായിരുന്നു. കുഞ്ഞുങ്ങൾ ഇറങ്ങിയ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. ഇത് കാണുന്ന വ്യക്തികൾ എന്നെ വിളിക്കും? ബുദ്ധിയില്ലാത്ത, അല്ലേ? ബുദ്ധിയില്ലാത്ത വിളിക്കൂലേ? ദൈവം നമ്മളെയും വിളിക്കണം അങ്ങനെ തന്നെയാ. ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾ ആത്മാവുകൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോ ജഡത്തിലോ പോയി സമാപിച്ചത് തിരിച്ചറിയാൻ പഠിക്കുക. So if you are taking an egg and putting it into the fridge so that it may hatch at some point of time, but later on, after the egg has already hatched, you are taking the chicks and putting them into the fridge, what will people call you? People call you a fool. So that's how it's written in the book of Galatians. You have started with the spirit and ended up with the flesh. यदि हम अंडे को संभालने के लिए फ्रिज में रखते हैं, लेकिन अंडे में से बच्चे, मुर्गी के बच्चे निकलने के बाद भी अगर कोई उसे वापस फ्रिज में रखता है संभालने के लिए, तो क्या कहेंगे हम उन ऐसे व्यक्ति को? निर्बुद्ध कहेंगे। इसी प्रकार परमेश्वर हमको समझेगा निर्बुद्ध, क्योंकि अगर हमने आत्मा से शुरुआत करके अक्षर में वापस हम चले जाते हैं तो। ഹല്ലേലൂയ. ഇതാണ് ഗലാത്യ ലേഖനം 3:3 പറയുന്നത്. ബൈബിള് പറയാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്, ബുദ്ധിയില്ലാത്തവരെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരം മുഴുവൻ ഒരു ജഡമനുഷ്യന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ അക്ഷരം നിങ്ങളെ എങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു? ആത്മാവിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആത്മാവിൽ നിങ്ങൾ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചു. പക്ഷെ വീണ്ടും നിങ്ങൾ എങ്ങോട്ടേക്ക് പോന്നു? അക്ഷരത്തിലേക്ക് പോന്നു. ആത്മാവിൽ ജീവിക്കേണ്ടതിന് പകരം, അതായത് ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിൽ ജനിച്ച നിങ്ങൾ ഭൂമിയിലേക്ക് ജീവിക്കേണ്ടതിന് പകരം നിങ്ങൾ അക്ഷരത്തിൽ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതത്തിലേക്ക് വന്ന് അവസാനിച്ചു. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആത്മാവിൽ നിന്നാണ്, പിതാവിൽ നിന്നാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവിന്റെ ശുശ്രൂഷ അധികം ശ്രേഷ്ഠമാണ്, അതിലേക്ക് വാ. So in the book of Galatians chapter 3 verse 3 it says, are you so foolish? After beginning by means of the spirit, are you now trying to finish by means of the flesh? So here Paul says that you have been born again and you now have a connection to God the Father through Jesus Christ, yet you are still trying to not utilize that and rather living by the letters of the Bible, letters of the word, and that's why he called some foolish. Are you so foolish? So we should move away from all the letters of the word exist, letters of the Bible exist to lead us to the Spirit, and once you have reached there, we should try to draw from God the Father and reveal Him on the earth, rather than live by the letters. इसीलिए ही हम गलातियों में पढ़ सकते हैं 3:3 में लिखा है कि क्या तुम ऐसे निर्बुद्ध हो कि आत्मा से आरंभ करके तुम शरीर के रीति में अंत करना चाहोगे? तो इसीलिए ही हमें ऐसा नहीं करना है, बल्कि आत्मा के अनुसार जीना है, जो कि पिता परमेश्वर उसकी परिपूर्णता जो यीशु मसीह है उसमें से प्राप्त करके इस धरती पर हमें जीना है। ऐसा नहीं, बल्कि हम अक्षर के अनुसार ही इस दुनिया में जीते रहें। ശ്രദ്ധിച്ച് പ്രിയ സഹോദരങ്ങളെ, സിമ്പിൾ എത്രേ ഉള്ളൂ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി. എനിക്കറിയാം, റോക്കറ്റ് കണ്ടിട്ടുണ്ടോ? റോക്കറ്റ്, ഈ റോക്കറ്റിൻ്റെ ചിലപ്പോൾ 3 സ്റ്റേജ് 4 സ്റ്റേജ് റോക്കറ്റ് ആയിരിക്കാം. അതിൻ്റെ ടോപ്പിൽ ഒരു സാറ്റലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടാകും. സാറ്റലൈറ്റ് എവിടെ ജീവിക്കാനുള്ളതാണ്? ഭൂമി ജീവിക്കാനുള്ളതാണോ അതോ സ്പേസിൽ അതിൻ്റെ ഓർബിറ്റ് ജീവിക്കാനുള്ളതാണോ?
അറിയില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. അത് ഓർബിറ്റിൽ ജീവിക്കാനുള്ളതാണ്, അത് ഭൂമിയിൽ ജീവിക്കാനുള്ളതല്ല. റോക്കറ്റിൻ്റെ ഉദ്ദേശം എന്തിനാണെന്നറിയാമോ? ഈ സാറ്റലൈറ്റിനെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. തുടർന്ന് സാറ്റലൈറ്റ് ജീവിക്കേണ്ടത് അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ്. ഇതേപോലെയാണ് നമ്മൾ വീണ്ടും ജനിച്ചവരായ നമ്മൾ ജീവിക്കേണ്ടത് സ്വർഗസ്ഥ പിതാവിൻ്റെ കൂടെ ക്രിസ്തുവിൽ ജീവിക്കണം. അതിനുവേണ്ടി 3-ാം നില ലെറ്റേഴ്സ് നമ്മളെ റോക്കറ്റ് എന്ന തലത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് നമ്മുടെ സ്പേസിലേക്ക്, ദൈവത്തോടു കൂടെ ജീവിപ്പാൻ കൊണ്ടുപോവുകയാണ്. തുടർന്ന് നമ്മൾ അവിടെ നിന്ന് വേണം ഭൂമിയിലേക്ക് ജീവിപ്പാൻ. ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ യോഹന്നാനെ പോലെ ഇങ്ങനെ പറയും, ഞങ്ങളുടെ കൂട്ടായ്മയോ സരസ്വതിയോടും ചിന്നമ്മയോടും മേരിക്കുട്ടിയോടും ആണെന്നല്ല, ഞങ്ങളുടെ കൂട്ടായ്മയോ ഈ ഭൂമിയിലില്ലാത്ത മറ്റൊരു ലോകത്തുള്ള സ്വർഗലോകത്തുള്ള പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അവിടെ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഇതാ നിങ്ങളോട്, ഭൂമിയിലുള്ള നിങ്ങളോട് അറിയിക്കുന്നു. ഒരു സാറ്റലൈറ്റും ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? സ്പേസിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അതും ഇതും ഒക്കെ ഭൂമിയിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നമ്മളെ അറിയിക്കുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതം മാറണം. ഇതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. ഇത് തിരിച്ചറിഞ്ഞ് നാം അതിലേക്ക് കടക്കണം. അതിലേക്ക് കടക്കാതെ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡം കൊണ്ട് സമാപിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന കാര്യം ബുദ്ധിയില്ലാത്തവരെ എന്നാണ്. So let me explain it again with a rocket. Have you seen a rocket? A rocket may be a 3-stage rocket or a 4-stage rocket, but at the very top of it there is a satellite attached to it. And the reason for all these boosters that are underneath the rocket is to help the satellite reach the orbit. Now, where should a satellite live? Should the satellite live on Earth or should it live on the orbit? We all know that it should live on the orbit. It should rotate, it should revolve at the orbit, and from the orbit take pictures and whatnot information and send it to the Earth. In the same manner, we are also supposed, the letters are there to launch us so that we will live with God the Father and His Son Jesus Christ. Once we have reached that 4th stage where we are living with God the Father and Jesus Christ, our role is we are no longer living on earth, but we are living with God the Father and Jesus Christ and sending and living into this world, sending His messages into this world. और एक उदाहरण देना चाहता हूँ ये बात को एकदम सरल रूप से समझने के लिए। रॉकेट को हमने देखा होगा, रॉकेट में 3 स्टेज 4 स्टेज रॉकेट हो सकता है, और उसके सबसे ऊपरी भाग में एक सैटेलाइट होता है। और रॉकेट को इसलिए भेजते हैं हम बाहर आकाश में, ताकि उस सैटेलाइट को बाहर आकाश में एक ऑर्बिट में रख दें। फिर वो सैटेलाइट का स्थान बाहर आकाश में है, वहाँ से लेकर बैठकर वो इस धरती में हमारे पास संदेश भेजता है, वहाँ से फोटो और मैप और ये सारी संदेशें वहाँ से भेजता है। इसी प्रकार में हमारा स्थान पिता परमेश्वर के साथ में है, प्रभु यीशु मसीह के द्वारा। वहाँ से हमें रहकर इस धरती में हमें जो है कार्य करना है या संदेशों को भेजना है। മനസ്സിലെ മക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കണേ? അവനവനെ തന്നെ പരിശോധിച്ചേ. ഈ ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്ന് പുത്രനിലൂടെ ഭൂമിയിലേക്ക് ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിക്കുന്നത്? അതാണ് ആത്മാവിലുള്ള ജീവിതം. അതോ ഒരു ദൃഢമനുഷ്യൻ ഇതൊന്നും അറിയാതെ ബൈബിളിലെ ചിന്തകൾ മാത്രം, നല്ലവരെ കുറിച്ചായി പറയുന്നത്, അത് മാത്രം വായിച്ച് ജീവിക്കുന്നവരാണ്? ഈ ഒരു ഡയറക്ഷൻ, ഉയരത്തിനും താഴേക്കല്ല, പകരം താഴെയുള്ളത് മാത്രം. ദിസ് ഇസ് സെക്കൻഡ് ബെസ്റ്റ്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ കാലമല്ല. ഇനി നമ്മൾ ഈ വചനത്തിലൂടെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ജീവിക്കുന്നവരായി തീരണം. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്തയേശുവോട് കൂടെ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേ. So dear children, can you examine yourself and see where you are living? Are you drawing from God the Father through Jesus Christ and receiving from Jesus Christ and living and revealing that to the world? Or are you reading the Bible and taking the thoughts directly from the Bible and living based on that? So that's why Jesus says that if you are been dead and risen with Jesus Christ, you should seek what is in heaven and not what is on earth.
आइए हम अपने आप के बारे में अपने आप को जांचेंगे, हम किस तरह के व्यक्ति हैं। क्या हम पिता परमेश्वर से यीशु मसीह के द्वारा प्राप्त करके आत्मा के तल से हम वहाँ से प्राप्त करके यहाँ पर कार्य करने वाले हैं, या इस पृथ्वी पर ही हम अक्षरों के अनुसार जीने वाले हैं। हम अच्छे लोगों के बारे में कह रहे हैं जो वचनों को पढ़ते हैं और फिर उसके मुताबिक में अपनी ज़िंदगी को आगे बढ़ाते हैं, या हम आत्मा से प्राप्त करके उस तरह से उस तल में जीने वाले लोग हैं। ശ്രദ്ധിച്ച്, ഇത് കേൾക്കുന്ന അറിവില്ലാത്തവരും അപ്പോൾ തന്നെ കള്ള സഹോദരങ്ങളും അവർ ഉടനെ പറയും ഷാജി ജോസഫ് പറഞ്ഞു ബൈബിൾ വായിക്കണ്ട. ഷാജി ജോസഫ് പറയുന്ന ചിന്ത, ബൈബിളിലെ അക്ഷരങ്ങൾ നിന്നെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു അങ്ങോട്ടേക്ക് പോ, തുടർന്ന് അവിടെ നിന്ന് ജീവിക്കാൻ പഠിക്കേ. അക്ഷരങ്ങൾ നിന്നെ ആത്മാവിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആത്മാവിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജീവിക്കാൻ നീ പഠിച്ചാൽ നീ ലോകത്തെ ജയിക്കും. കാരണം ദൈവത്തെ ജനിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. Now those who are hearing this, maybe there are false brothers or who are ignorant, and they will say that Shaji Joseph says that do not read the Bible. Shaji Joseph is not saying do not read the Bible, but read the Bible and go to where that Bible directs you to go. And once you have reached that spiritual realm, take what you receive from there and live according to that, and live from there to this world. ये बातें सुनने वाले कुछ अज्ञान या फिर झूठे भाई कहेंगे कि शाजी जोसेफ कहते हैं कि बाइबल को नहीं पढ़ना है। शाजी जोसेफ बाइबल को नहीं पढ़ना नहीं कह रहे, वो कह रहे हैं कि बाइबल के अक्षर हमें कहाँ को ले जा रहे हैं, वहाँ पर हमें पहुँचना है और वहाँ से इस पृथ्वी पर कार्य करना है, पृथ्वी पर की जिंदगी को जीना है। ഹല്ലേലൂയ. അങ്ങനെ ഒടുക്കം നമ്മൾ ഈ ഒരു ജീവിത ശൈലിയിലേക്ക് എത്തും. സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലേക്ക് സ്വർഗവും ഭൂമിയും ഒന്നാക്കുന്ന ആ മർമ്മപ്രധാനമായ ജീവിത ശൈലിയിലേക്ക് ഞാനും നിങ്ങൾ എത്തണം. സമയം അവസാനിച്ചതുകൊണ്ട് തൽക്കാലം നമ്മളവിടെ നിർത്തുകയാണ്. ദൈവം ഈ ചിന്തകളാൽ ഏവരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ ജീവിതശൈലി ഏതാണ്? ബൈബിളിലെ 3-ാമത്തെ ലെറ്റർ എൻ്റെ 4-ാമത്തെ ടൈപ്പ് ലെറ്ററിലേക്ക് ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ള കേൾക്കട്ടെ. അങ്ങോട്ടേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ടോ? ഞാൻ അവിടെയാണോ? അതോ ഇന്നും ഞാൻ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് അക്ഷരത്തിൽ അവസാനിച്ചിരിക്കുകയാണോ? So finally we will reach this level where we'll be receiving from God through Jesus Christ and living on this world by revealing what he wants to live, what he wants to reveal. So please examine yourself whether you have reached such level. May God strengthen you with these thoughts, and as says in the book of Revelation, those who have ears, let him hear what the Spirit says. Are you hearing from what the Spirit is saying? यदि हम ऐसे करेंगे तो अभी इस चित्र में, स्क्रीन पे जो चित्र देख रहे हैं, वहाँ पर पिता परमेश्वर से प्राप्त करके प्रभु यीशु मसीह के अंदर हम होकर इस पृथ्वी पर जिएंगे, यानी कि स्वर्ग और पृथ्वी को मेल करने वाले, मिलाने वाले हम बन जाएंगे। तो वैसी एक ज़िंदगी में आने के लिए हम उत्साह करेंगे। നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എഴുന്നേൽക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് തിരിയുവിൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനൊരു സന്ദേശം സഭകൾക്ക് നൽകിയപ്പോൾ ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് തിരിയുവിൻ. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നമ്മൾ എന്നും ദൈവവചനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പാല് മാത്രം കുടിച്ച് അവസാനിക്കുന്നവരായി അവസാനിക്കാതെ ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് തിരിയുവാൻ ഒരു ഉന്നത തല ആഹ്വാനം ദൈവം നമുക്ക് നൽകി. സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ നിറവായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നാം പ്രാപിച്ച് ഈ ഭൂമിയിലേക്ക് കൊടുക്കണം. പിശാചും അവൻ്റെ ആളുകളും ഇത് സഭ ഒരിക്കലും മനസ്സിലാക്കാതിരിപ്പാൻ മറ്റു ചിന്തകളാൽ, മറ്റു ഉപദേശത്തിൻ്റെ വഴിത്തിരിവുകളാൽ സഭയെ ഡീവിയേറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തതയോടെ സ്വർഗം ഭൂമിയിൽ ഇറങ്ങുവാൻ, ദൈവ ഇഷ്ടം സ്വർഗത്തിൽ നിന്നതുപോലെ ഭൂമിയിൽ നിറവേറ്റുവാൻ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് ഈ ചിന്തകൾ അപ്പസ്തോലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും താൻ തരുന്ന
ദേവാലയം പണിയുവാനുള്ള കല്ലുകൾ. ഇത് കിട്ടിയിട്ടും ഇത് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വ്യക്തിയായി എന്നെയും നിങ്ങളെയും ദൈവം കാണാതെ, ഈ കിട്ടിയ വചനത്തിൻ്റെ വെളിപ്പാടുകൾ, ഈ പാറകൾ തങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഭവനം പണിയുവാൻ ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് ധ്യാനിച്ച് ദൈവാത്മാവിനെ പണിയുവാൻ അനുവദിക്കുന്നുവെങ്കിൽ, പ്രിയ മകനെ മകളെ, നീ ആളുമാറുവാനിടയാകും. അല്ല എങ്കിൽ നീ ഒരു ഹോള് മാറിയവൾ മാത്രമായി, മാറ്റമില്ലാത്ത വ്യക്തിയായി ഒതുങ്ങും. എന്നാൽ ഈ വചനങ്ങൾ മനുഷ്യപുത്രനെ ദൈവപുത്രനാക്കുന്ന വചനങ്ങളാണ്. അക്ഷരം കൊണ്ട് മാത്രം ജീവിക്കാൻ അറിയാവുന്നവനെ ആത്മാവ് കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഇപ്പോൾ ദൈവത്തോട് സംസാരിക്കട്ടെ. ഈ കിട്ടിയ വചനം എന്താണ് കുഞ്ഞേ നിനക്ക് മനസ്സിലായതെന്ന് ദൈവത്തോട് സംസാരിക്കേ. എല്ലാ കണ്ണുകളും അടയട്ടെ. നീ ദൈവത്തോട് സംസാരിക്കേ. ഈ തന്ന വചനത്തിന് വല്ല നന്ദിയുണ്ടോ എങ്കിൽ നന്ദി ദൈവത്തിന് കൊടുക്ക. ആ ദൈവത്തിൽ നിന്ന് നന്ദിയോടെ സ്വീകരിച്ചത് പണിയുവാൻ എന്നെ സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കേ. ഇനിയും മനസ്സിലാക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. അതിനായി ദൈവമേ ഇതിൻ്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കേ. ഈ കിട്ടിയ വചനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. നൊടി നേരത്തെ മനുഷ്യരും നിത്യകാല ദൈവപുത്രന്മാരുമായി തീരുന്ന നമ്മൾ, അതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. മനുഷ്യപുത്രന്മാർ അക്ഷരത്തിന്റെ ലോകത്തും ദൈവപുത്രന്മാർ ആത്മാവിന്റെ ലോകത്തുമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ ലോകത്ത് നിന്ന് അക്ഷരത്തിന്റെ ലോകത്ത് ജയിപ്പാൻ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനിയും ഒരു അടിമയെ പോലെ അവസാനിക്കാതെ ഭരണം നടത്തുവാൻ തക്കവണ്ണം അപ്പയോടുകൂടെ നമ്മുടെ കർത്താവ്, നമ്മുടെ മൂത്ത സഹോദരനായ യേശു കർത്താവോടുകൂടെ ആയിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ, ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ ഇതുവരെ യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷകൻ എന്ന ആദരവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ആരെങ്കിലും ഹോളിലും പരിസരങ്ങളിലും ഈ ഓൺലൈൻ സൂം മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അവരാദ്യം തന്നെ യേശുവേ, എൻ്റെ കർത്താവേ, അങ്ങന്റെ രക്ഷകനായ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അങ്ങ് ദൈവപുത്രനാണെന്നും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, ഇതാ യേശുവോടാവാ കൊണ്ട് പറ, എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവേ എന്ന് വരണമേ, എന്നെ നിത്യ സ്വർഗത്തിലേക്ക് നയിക്കണമേ, നടത്തണമേ എന്ന് അങ്ങനെയുള്ള ഓരോ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ കർത്താവോട് പറഞ്ഞുകൊണ്ട് യേശുവെ അനുഗമിക്കാൻ തീരുമാനമെടുക്കുക. വചനം കേട്ട എല്ലാ വ്യക്തികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവസന്നദ്ധിയിൽ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അപ്പാ, ആത്മാവാൽ നയിക്കപ്പെടുന്നവനായി ഞാൻ തീരുവാൻ, ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ഹോളിലും ശബ്ദ കാഴ്ച വെറുതെയിലും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ജഡത്തിന്റെ ശുശ്രൂഷയിലെല്ലാം പെട്ടുപോകുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നതാകിയാൽ ഞങ്ങളെ ജയിക്കുന്ന മണ്ഡലത്തിലേക്ക് ഇങ്ങ് മാറ്റുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അത്ഭുത കരങ്ങൾ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെ ലഭിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് മുൻപിൽ ഇതാ തലകളെ താഴ്ത്തി തങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഇതാ കേട്ട വചനത്തെ അനുസരിപ്പാൻ തയ്യാറായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങൾ ലഭിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ ഞങ്ങളിന്ന് കേട്ടതുപോലെ ആ തോട്ടക്കാരിൽ നിന്ന് മുന്തിരിവള്ളിയിലേക്ക്, മുന്തിരിവള്ളിയിൽ നിന്ന് ശാഖയിലേക്ക്, അവസാന ശാഖ അത് ഭൂമിയിലേക്ക് ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് ഇതാ ഈ ആത്മാവിന്റെ ശുശ്രൂഷ ഞങ്ങൾ വെളിപ്പെടുക. ഇതാ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങ് സ്വീകരിക്കുന്നതിനായി നന്ദി കർത്താവേ. നന്ദിയോടെ അങ്ങിൽ നിന്ന് ഈ സന്ദേശം വാങ്ങി ഇതാ അങ്ങയുടെ ജനത്തെ ഏൽപ്പിക്കുകയാണ്, സഭയെ ഏൽപ്പിക്കുകയാണ്, സഭകളെ ഏൽപ്പിക്കുകയാണ്. ആരും ഇതിനെ അലക്ഷ്യമാക്കാതെ ഇത് ഏറ്റെടുത്ത് ക്രിസ്തുവിൽ അങ്ങിൽ തികഞ്ഞു വരുവാൻ, അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ ഈ മക്കളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ പെരുമഴ ഈ വചനത്തിന് മുകളിൽ അങ്ങയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ചലന,
ആത്മാവിന്റെ ശക്തി ഈ മക്കളെ മൂടുവാന്, ആ മൂടിയ ആ മഴ ഈ വിത്തുകൾ പൊട്ടിമുളപ്പിക്കുവാന്, അത് ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ 30 60 100 പേര് ഫലം കൊടുക്കുവാൻ അങ്ങനെയാക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ ജനത്തെ, ഈ ഹോളിലുള്ളവരെ മാത്രമല്ല ഈ ശബ്ദ കാഴ്ചപരിധിയുള്ള ഏവരെയും ആത്മാവിന്റെ പെരുമഴയാൽ നനയ്ക്കപ്പെടുവാൻ ഇപ്പോൾ തന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അത്ഭുതകരങ്ങൾ ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം. വ്യാപരിക്കുന്ന ദൈവാത്മാവിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ ആത്മാവിന്റെ മഴയാൽ ഇത് കുതിരപ്പെടട്ടെ, ഒരു കുതിരപ്പെടട്ടെ. നെല്ല് കുതിർത്തുന്നത് പോലെ ഇത് കുതിരപ്പെട്ട് നെല്ല് പൊട്ടുമുളയ്ക്കുന്നത് പോലെ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ ഇത് പൊട്ടുമുളയ്ക്കട്ടെ. അത് വളർന്ന് 4-5 മാസം കൊണ്ട് നല്ല കതിരുകളാകുന്നത് പോലെ ഈ മക്കൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട കതിരികളായി മാറട്ടെ. അതിനായി മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ പേര് കൂട്ടായിരിക്കണം. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. രോഗമുള്ളവരെ ആ കരങ്ങളെ വെച്ചാട്ടെ. വേദനയുള്ളവര് ആ ശരീരത്തിന്റെ ഭാഗങ്ങളെ കരങ്ങളെ വെച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം പിശാചിന്റെ ആലയമല്ല, രോഗത്തിന്റെ ആലയമല്ല. യേശു ക്രിസ്തുവിന്റെ ആ കരങ്ങളെ വെച്ചാട്ടെ. വിശ്വാസയുടെ കരങ്ങളെ വെച്ചാട്ടെ. വിശ്വാസമുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മനുഷ്യ ശരീരങ്ങളെല്ലാം, ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള എല്ലാ മനുഷ്യ ശരീരങ്ങളും ദൈവത്തിൻ്റെതാണ് എന്ന്, ദൈവത്തിന്റെ ആലയങ്ങളാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പിശാചിനോട്, അവന്റേതായ എല്ലാ തന്ത്രങ്ങളോട്, നിന്റെ എല്ലാ പാപാധികാരങ്ങളും യേശു രക്തത്താൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരുടെ സകല രോഗങ്ങൾ, സകല വേദനകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് പോവാൻ കൽപ്പിക്കുന്നു. മേലിൽ അവിടെ കാണരുത്, മേലിൽ അവിടെ കാണരുത്. ഔട്ട് in the name of Jesus. ദൈവം നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് മേലിൽ അവിടെ കാണരുത്. I declare you are all free in the name of Jesus. കർത്താവ് കൊടുത്ത വിടുതലുകൾക്കായി നന്ദി. അങ്ങനെ സമാധാനത്തെ ഈ ജനം നിറയപ്പെടട്ടെ. സർവ്വമഹത്വം പിതാവ് യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറന്നുപോകരുത്, അടുത്ത റിട്രീറ്റ് ഒക്ടോബർ 7-ാം തീയതിയാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. വരിക, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ മനുഷ്യരെ പിടിക്കുന്നവരാകാം. ദൈവം ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മീറ്റിംഗ് ഞങ്ങളോടുകൂടെ ട്യൂൺ ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് അനുഗ്രഹമായോ? അനുഗ്രഹമായോ? ഇങ്ങനെ കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ. താങ്ക് യു അപ്പാ, താങ്ക് യു.